മൊത്തത്തിൽ തൂക്കി എന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. അവരുടെ വലിയ ആവേശം. 10 വർഷക്കാലം അധികാരത്തിന് പുറത്തിരുന്ന ഒരു പാർട്ടി ഒരു മാസ് എൻട്രി തിരികെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എല്ലാ നേതാക്കളുടെയും വാക്കുകളിൽ നിറയുന്ന ആത്മവിശ്വാസം, സന്തോഷം, ആഹ്ലാദ പ്രകടനങ്ങൾ, മധുരം പങ്കുവെക്കൽ. ഇന്ന് KPCC ആസ്ഥാനത്തേക്ക് ഓരോ നേതാക്കളും വരുമ്പോഴുണ്ടാക്കുന്ന കാഴ്ചകൾ ഒരു കോൺഗ്രസ് അനുഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. KC വേണുഗോപാൽ വരുന്നു, BD സതീശൻ വരുന്നു, രമേശ് ചെന്നിത്തല വരുന്നു. എല്ലാവരും പരസ്പരം ആശ്ലേഷിക്കുന്നു, മധുരം പങ്കുവെക്കുന്നു. ഒരു വേള BD സതീശൻ കരഞ്ഞു പോകുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നുണ്ട്. വൈകാരികമായ രംഗങ്ങളാണ് KPCC ആസ്ഥാനത്ത് നമ്മൾ കണ്ടത്. ഓരോ നേതാക്കളെയും കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അത്രമേൽ വികാരഭരിതനായിട്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അദ്ദേഹം ആ വിജയത്തെ ഉൾക്കൊള്ളാനെടുക്കുന്ന സമയം നമുക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് സമ്മാനിച്ചത്. അതിനൊപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കുറച്ചു മുമ്പ് ചാണ്ടി ഉമ്മൻ പങ്കുവെച്ച ഒരു ഫോട്ടോയുണ്ട്. നമ്മൾ ജയിച്ചു അപ്പ എന്നുള്ളതാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിന് തിരിഞ്ഞു നിൽക്കുന്ന ചാണ്ടി ഉമ്മന്റെ ചിത്രമാണ് അത്. നമ്മൾ ജയിച്ചു അപ്പ എന്നാണ് അതിന്റെ ക്യാപ്ഷൻ. അതിനൊപ്പം ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന ഒരു ചിത്രം ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയോടൊപ്പം കോൺഗ്രസിന്റെ മുഴുവൻ ഹാൻഡിലുകളും നിറയുന്നത് നമുക്ക് ഈ ദിവസം കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ഈ ദിവസം തന്നെ പറഞ്ഞു പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണം. ഇപ്പോൾ ആറന്മുളയിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അബിൻ വർക്കി നമ്മളോടൊപ്പം ചേരും. അതിനു മുൻപ് അർജുൻ കല്യാണിലേക്ക് നമ്മൾ പോവുകയാണ്. അർജുൻ, നോക്കൂ, കണ്ണൂരിലേറ്റ തിരിച്ചടി അത് പാർട്ടി എങ്ങനെ വിശദീകരിക്കുമെന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. ധർമ്മടത്തിലെ ആദ്യത്തെ 6 റൗണ്ടുകൾ യഥാർത്ഥത്തിൽ 6 ബുള്ളറ്റുകളായിരുന്നു. മാധു, തീർച്ചയായിട്ടും CPM-ന് കനത്ത പ്രഹരം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്ത് എല്ലായിടത്തും വലിയ രീതിയിൽ UDF തരംഗം ആഞ്ഞടിച്ച ഘട്ടത്തിൽ കണ്ണൂരിൽ അത് CPM-ന് ഇരട്ട പ്രഹരം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ധർമ്മടത്ത് മാധു പറഞ്ഞതുപോലെ 6 റൗണ്ടുകൾ എണ്ണുന്ന ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി പിന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് CPM-ന്റെ അതിശക്തമായിട്ടുള്ള കേന്ദ്രങ്ങൾ ധർമ്മടവും പിണറായിയും ഒക്കെയാണ് മുഖ്യമന്ത്രിയെ അക്ഷരാർത്ഥത്തിൽ ഒന്ന് താങ്ങി നിർത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതിന് പുറമെ പാർട്ടി വലിയ രീതിയിൽ ഒരു തോൽവിയിലേക്ക് പോലും പോവില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന പയ്യന്നൂരിൽ 7000 ചില്ലാനും വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ V കുഞ്ഞികൃഷ്ണൻ UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച കുഞ്ഞികൃഷ്ണൻ വിജയിക്കുന്ന കാഴ്ച. അതിനു പുറമെ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ തളിപ്പറമ്പ് ചരിത്ര ഭൂരിപക്ഷത്തിൽ തന്നെയാണ് UDF-ന്റെ വിജയം.